വിഷു ഉറപ്പായിട്ട് ഉണ്ണിയേട്ടന്റെ കയ്യിലാണ്. അത്രയ്ക്ക് സൂപ്പർ സിനിമയാണ്. ഇല്ലില്ല, ഇത് ഭക്തി പടമൊന്നുമല്ല, അല്ലാത്ത നല്ല സിനിമയാണ്. ആദ്യം എല്ലാവരും ഭക്തി പടമെന്നും പറഞ്ഞാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, പക്ഷേ അല്ല, നല്ല സിനിമ. ജയ ഗണേഷ് മൂവി നല്ല അടിപൊളി സിനിമയാണ്. ഫാമിലി ആയിട്ട് എല്ലാവർക്കും കാണാൻ പറ്റിയ സിനിമയാണ്. അപ്പൊ എല്ലാവരും ജയ ഗണേഷ് ഫാമിലി ആയിട്ട് തിയേറ്ററിൽ വന്ന് തന്നെ കാണുക. സൂപ്പർ ഹിറ്റാവും. സൂപ്പർ ഹീറോ മൂവി, സൂപ്പർ ഹീറോ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ പേര് കേൾക്കുമ്പോ എല്ലാരും, ഞാനും ആദ്യം അങ്ങനെ തന്നെ വിചാരിച്ചത്. അപ്പൊ ഞങ്ങൾക്ക് ആദ്യം എല്ലാം ഇങ്ങനെ ഫോട്ടോസ് എല്ലാം വരുമായിരുന്നു ഫോണില്. അപ്പൊ ഞാനും ആദ്യം വിചാരിച്ചു ഇത് ഏതോ ദൈവത്തിന്റെ സിനിമയെന്നാണ്. പക്ഷെ കണ്ടപ്പോ അല്ല, അടിപൊളി സൂപ്പർ പടം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എടുത്തു പറയാനായിട്ടെന്ന് പറഞ്ഞാല് ഉണ്ണിയേട്ടൻ ഈ വീൽ ചെയറിൽ ഇരുന്ന് കഴിവ് തെളിയിച്ച ഒരു മൊമെന്റ് ആണ്. ആ സ്റ്റേജിൽ വന്നവർക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാനും ഒരു ടൈമിൽ വീൽ ചെയറിൽ ഇരുന്ന ഒരു വ്യക്തിയാണ്. പോയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണക്ട് ആവുന്നതാണ്. സൂപ്പർ, പറയാൻ വാക്കുകളില്ല, ഒരു രക്ഷയില്ല. സൂപ്പർ സിനിമ, പറയാൻ പറ്റില്ല. പക്ഷേ സൂപ്പർ, നല്ല ഇഷ്ടപ്പെട്ടു. സൂപ്പർ പടമാണ്. എല്ലാവരും ഫാമിലി ആയിട്ട് പോയി കാണുക. സൂപ്പർ പടം. സൂപ്പർ ഹീറോ ആണ്. ഇല്ല, അങ്ങനെയൊന്നുമല്ല, ഫാക്ട് ബേസ് ഒന്നുമല്ല. സൂപ്പർ പടമാണ് ഇത്. സൂപ്പർ ഹീറോ എല്ലാവരും ഫാമിലി ആയിട്ട് പോയി കാണുക. അടിപൊളി പടം.